ഗർഷം TV യുക്മ സ്റ്റാർ സിംഗർ സീസൺ 2-ലെ അടുത്ത മത്സരാർത്ഥി ജിനീഷ് കളപ്പുരയ്ക്കൽ. ജിനീഷ് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഏതോ നിദ്ര എന്നുള്ള ഗാനമാണ്. അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയ്ക്കകത്ത് അല്ലേ? ആരാണ് ഇതിന്റെ സംഗീത സംവിധാനം? രവീന്ദ്ര മാഷ്. നല്ല പാട്ടായിരിക്കും. എന്തായാലും നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഏതോ നിദ്ര തൻ പൊന്മയിൽ ഇരുവർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നിന്നരുകിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്ര തൻ പൊന്മയിൽ പീലി ആ വഴിയോരത്ത് സന്ധ്യയിൽ ആവണി പൂവാനി നിന്നുവെന്നോ ആ വഴിയോരത്ത് സന്ധ്യയിൽ ആവണി പൂവാനി നിന്നുവെന്നോ കുറുനിറ തഴുകിയ കാറ്റിനോടെന്നു നീ ഉള്ളം തുറന്നുവെന്നോ അരുമയാമോഹം പൊന്തൂവലൊക്കെയും പ്രണയ നിലാവായി പൊഴിഞ്ഞുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്ര തൻ പൊന്മയിൽ പീലി ഈ മുളം തണ്ടി ചുരമ്പൻ പാട്ടുകൾ പാലാഴിയായി നെഞ്ചിൽ നിറച്ചുവെന്നോ ഈ മുളം തണ്ടി ചുരമ്പൻ പാട്ടുകൾ പാലാഴിയായി നെഞ്ചിൽ നിറച്ചുവെന്നോ അതിലുറുമൃത കണങ്ങൾ കോർത്തു നീ അന്നും കാത്തിരുന്നെന്നോ അകതാരിൽ കുറുകിയ വെണ്ണാക്കളൊക്കെയും അനുരാഗദൂതുമായി പറന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ
നിദ്ര തൻ പൊന്മയിൽ പീലിയിൽ ഏഴുവർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരുകിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ജിനീഷ് എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? കുഴപ്പമില്ല, പാടിയെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം, കാരണം അവരുടെ അഭിപ്രായമാണ് ഏറ്റവും വിലപ്പെട്ടത്. ഫഹദ് പ്ലീസ്. ഹായ് ജിനി. ഹലോ. എന്തെങ്കിലും പറയുന്നതിന് മുന്നേ എനിക്ക് രവീന്ദ്രൻ മാഷെ കുറിച്ചിട്ടും ദാസേട്ടനെ കുറിച്ചിട്ടും ഒരു വരി പറയണം എനിക്ക്. കാരണം ഈ പാട്ട് രവീന്ദ്രൻ മാഷ് എന്ന മഹാനായ മ്യൂസിക് ഡയറക്ടർ ദാസേട്ടൻ എന്ന ഗന്ധർവ ഗായകനെ കണ്ടുകൊണ്ട് മാത്രം ചെയ്ത പാട്ടാണിത്. എത്ര ബ്യൂട്ടിഫുൾ കോമ്പോസിഷനാണെന്ന് അറിയത്. ദാസേട്ടൻ്റെ ആ ബേസ് വോയിസിൻ്റെ ബ്യൂട്ടി അത് മനസ്സിലാക്കിയിട്ട് അത് ഏതൊരു പ്ലേ ബാക്ക് സിംഗർ എത്ര വലിയ പാട്ടുകാരനായാലും ഈ ഭംഗി ദാസേട്ടൻ പാടി ഭംഗി ഈ പാട്ടിന് വരില്ല. കാരണം ആ കമ്പോസ് ചെയ്തിരിക്കുന്ന ദാസേട്ടന് വേണ്ടിയിട്ടാണ്. ജിനി നന്നായിട്ട് പാടി, ശരിക്കും പഠിച്ചിട്ട് പാടി ഈ പാട്ട്. നല്ലൊരു കൈ കൊടുക്കണം. താങ്ക് യു സോ മച്ച്. ഇതിൽ എനിക്കൊരു സജഷൻ ഉള്ളത്, ഇത് ഒരു ഫുൾ നോട്ട് അല്ലെങ്കിൽ ഒരു 1.5 കട്ടെങ്കിലും മുകളിൽ പാടായിരുന്നു ജിനിയുടെ ശബ്ദത്തിൽ. കരോക്കെ കിട്ടിയത് നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, അവൈലബിൾ ആണ് ഓൺലൈനിൽ, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് പിച്ച് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അത് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളിലായിരുന്നു, നന്നായി പാടിയിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ പിച്ച് ഔട്ടുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത്ര വലിയ മേജറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ബേസ് നോട്ടുകൾ അവിടെ എത്തുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് കേൾക്കുന്നില്ല ശരിക്കും. സണ്ണി സാർ. ജിനീഷ് എന്ത് ഫീൽ ചെയ്യുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ഹാഫ് കുറെ കുഴപ്പമായിരുന്നു, അനുപല്ലവി പ്രത്യേകിച്ച്. ഓക്കെ, സ്വയം മനസ്സിലായി. അതെ അതെ. നമ്മളിലെ ഗായകൻ എന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുക. ഫഹദ് പറഞ്ഞ പോലെ രവീന്ദ്ര മാഷെ കാണാൻ ഞാൻ പോയപ്പം രവീന്ദ്ര മാഷ് എന്നോട് പറഞ്ഞത്, ഞാൻ കമ്പോസ് ചെയ്യുന്നത് ദാസേട്ടന് വേണ്ടിയിട്ടാണ്, വേറെ ആരെക്കൊണ്ട് ഞാൻ പഠിപ്പിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അതങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. അതൊരിക്കലും മാറ്റാൻ പറ്റുന്നതല്ല. കാരണം ദാസേട്ടൻ പാടിയെങ്കിലേ ശരിയാവുള്ളെന്ന് അദ്ദേഹത്തിന് 100% ഉറപ്പുണ്ട്. അത് എത്ര വലിയ ഗായകർ ഇനി അങ്ങനെ ഒരു ജന്മം ഉണ്ടാകുമെന്ന് എനിക്ക് പോലും തോന്നുന്നില്ല. അത്രയും നല്ലൊരു കോമ്പസിഷനാണ്. രവീന്ദ്ര മാഷിൻ്റെ ഒരു പാട്ടിന് വേണ്ടിയിട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ ശ്രമിച്ചത്, കിട്ടിയില്ല. അത്രയ്ക്കും ടോപ്പ് ലെവലിൽ ഉള്ളവരെ മാത്രമേ അദ്ദേഹം പാടിക്കുകയുള്ളൂ. അപ്പോൾ ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ എന്ന് തുടങ്ങിയപ്പോൾ ഏതോ എന്ന് തുടങ്ങുന്നത് ലോ ലെവൽ നോട്ട്സിലേക്ക് വരുമ്പോഴത്തോറും ക്ലാരിറ്റി ഒട്ടുമില്ല എന്നുള്ളത് സ്വയം തിരിച്ചറിഞ്ഞു അല്ലേ? ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ, പിന്നെ അത് സോഫ്റ്റായി വരണം. കാര്യം എല്ലാ സംഗതിയും നല്ല ബോൾഡായിട്ടുള്ള ശബ്ദമാണ്, പക്ഷേ അത് അക്ഷരങ്ങൾ പ്രയോഗിക്കുമ്പോൾ കുറച്ച് മൃദുവാകണം. പിന്നെ തളിരിലക്കൊമ്പിൽ നിന്നും മഴയുടെ ഏകാന്ത സംഗീതമാ, അത് പഠിക്കേ. മഴയുടെ ഏകാന്ത സംഗീതമാ, അവിടെ പോയി സംഗീതമാ. അത് ലോ ലെവലിലേക്ക് അല്പം കൂടി ഇറങ്ങേണ്ടിയിരുന്നു. ശ്രുതിയിൽ വന്ന് ചേർന്ന് നിൽക്കുന്നില്ല. ഞാനറിഞ്ഞില്ല, അത് പാടിയില്ലേ? ഒന്ന് പാടിക്കേ. എന്തേ ഞാനറിഞ്ഞില്ല, അതൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഈ എന്നുള്ളത് തുടങ്ങിയെടുത്ത് എന്തോ ഒരല്പം ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ശ്രുതിയുടെ പ്രശ്നമുണ്ട്. ശബ്ദം നല്ലതാണ്, അത് ഇച്ചിരി മയപ്പെടുത്തണം. അല്പം കൂടെ മയപ്പെടുത്തി അക്ഷരങ്ങൾക്ക് ക്ലാരിറ്റി കൂട്ടി കൊടുത്താൽ വളരെ ഭംഗിയുള്ള പാട്ടാണ്. അപ്പോൾ നമുക്ക് മാർക്ക് ചോദിക്കാം അല്ലേ? ഫഹദ് എത്ര മാർക്കാണ്? 39. താങ്ക് യു സോ മച്ച്. സണ്ണി സാർ? 39. ഓക്കെ, താങ്ക് യു ജിനീഷ്.